നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ടെന്നീസ് എൽബോ? ടെന്നീസ് കളിക്കുന്ന ആൾക്കാരിൽ മാത്രമാണോ ഇതുണ്ടാവുക? സാധാരണ ഒരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒത്തിരി ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ടെന്നീസ് എൽബോ. ഞാൻ ആദ്യമായിട്ട് ടെന്നീസ് എൽബോയെ പറ്റി കേട്ടത് എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്. അന്ന് സച്ചിൻ ടെണ്ടുൽക്കറിന് കളിക്കാൻ പറ്റാതെ വന്നു ടെന്നീസ് എൽബോ കാരണം. അപ്പോൾ മലയാള മനോരമയ്ക്കകത്ത് സാധാരണ പോലെ വലിയ ഫീച്ചർ, എന്താണ് ടെന്നീസ് എൽബോ, പടമൊക്കെ വരച്ച്, അപ്പോൾ അതൊക്കെ വായിച്ച് ഇനി സച്ചിൻ കളിക്കുമോ എന്നൊക്കെ വിഷമത്തോടെ നോക്കി. അങ്ങനെയാണ് ആദ്യമായി ടെന്നീസ് എൽബോയെ പറ്റി കേൾക്കുന്നത്. മെഡിക്കൽ ടേം ടെന്നീസ് എൽബോ അല്ല, ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് എന്നതാണ്. കൈമുട്ടിന് വരുന്ന വേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ടെന്നീസ് എൽബോ. നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകുവശത്ത്, മുട്ടിൻ്റെ പുറകുവശത്തുള്ള ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന ഭാഗത്ത് അറ്റാച്ച് ചെയ്യുന്ന മസിലുകൾക്ക് വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ചെറിയ കീറൽ, അതാണ് ടെന്നീസ് എൽബോയിലേക്ക് വഴിവെക്കുന്നത്. നിങ്ങൾ ഈ പടത്തിൽ നോക്കിയാൽ അവിടെ കൈയുടെ മുട്ടിൻ്റെ ഭാഗത്തുള്ള ലാറ്ററൽ എപ്പിക്കോണ്ടൈലും അവിടെ നിന്ന് ഉൽപ്പത്തി വരുന്ന ടെൻഡനുകളും കാണാം. ഈ റിസ്റ്റിൻ്റെ ഭാഗം മുകളിലേക്ക് ചലിപ്പിക്കുക, കൈ തിരിക്കുക, ഈ പറയുന്ന കാര്യത്തിനെല്ലാം ഈ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്നിടത്ത് നിന്ന് ഉത്ഭവിച്ച് മുമ്പോട്ടേക്ക് വരുന്ന മസിലുകളാണ് പ്രവർത്തിക്കുന്നത്. ആരിലാണ് ടെന്നീസ് എൽബോ കൂടുതലായി കാണാറുള്ളത്? കട്ടിയായിട്ടുള്ള ജോലി ചെയ്യുന്നവരിൽ, വീട്ടമ്മമാരിൽ, കൃഷിക്കാരിൽ, എന്തെങ്കിലും കത്തിയൊക്കെ വെച്ച് ഈ ചോപ്പിങ് പോലെയൊക്കെ ചെയ്യുക, ജിമ്മിലൊക്കെ പോയി എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് വെയിറ്റ് എടുക്കുക. എൻ്റെ ഒരു സുഹൃത്തിന് ജിമ്മിൽ പോയി അവർ ഈ റോപ്പ് ഇങ്ങനെ ഇട്ട് അനക്കിയപ്പോൾ ആ സമയത്ത് ടെന്നീസ് എൽബോയുടെ വേദന തുടങ്ങി. എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു പ്രവൃത്തി കൊണ്ട് കൈയുടെ മസിലുകൾക്ക് പെട്ടെന്ന് വരുന്ന വലിച്ചിൽ അല്ലെങ്കിൽ ഈ കൈമുട്ടിൻ്റെ അവിടുത്തെ മസിലിന് വരുന്ന കീറൽ ആണ് ടെന്നീസ് എൽബോയിലേക്ക് നയിക്കുക. ഒരു പ്രാവശ്യം ടെന്നീസ് എൽബോ വന്നു കഴിഞ്ഞാൽ പിന്നെ കൈമുട്ടിൻ്റെ ഭാഗത്ത് കലശലായ വേദന ഉണ്ടായേക്കാം. കൂടുതലും ജോലികളിൽ ഏർപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് ഒരു വാതിൽ തുറക്കുക, കൈവച്ചൊരു ഭാരം എടുക്കുക, സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ മുടി പിരിഞ്ഞ് കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആ സമയത്ത് ഈ കൈമുട്ടിൻ്റെ അവിടെ കലശലായ വേദന വരും. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൈക്ക് ബലക്കുറവിന് സമാനമായ രീതിയിൽ വേദന കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ടെന്നീസ് എൽബോ എന്നത് ആ രോഗമാണോ എന്നത് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം? പ്രധാനമായും രോഗലക്ഷണങ്ങളിലൂടെ കൈയുടെ മുട്ടിൻ്റെ ഇവിടെ പിടിക്കുമ്പോൾ ഉള്ള വേദന, ചിലപ്പോഴൊക്കെ അവിടെ എല്ലിനൊന്നും അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ നമ്മൾ എക്സ്റേയോ, മസിലിന് ടെൻഡണിന് കീറലുണ്ടോ എന്ന് നോക്കാൻ MRI പോലെയുള്ള ടെസ്റ്റുകളും ചെയ്തേക്കാം. ടെന്നീസ് എൽബോ വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ? പലപ്പോഴും തുടക്കത്തിൽ തന്നെ ഒന്ന് വിശ്രമിക്കുകയാണ് എങ്കിൽ, ആ ബുദ്ധിമുട്ടുള്ള കൈവച്ച് കട്ടിയായിട്ടുള്ള ജോലികൾ ചെയ്യാതിരുന്നാൽ കുറച്ച് സമയം കൊണ്ട് ഇത് മാറിപ്പോയേക്കാം. എന്നാൽ ടെന്നീസ് എൽബോയാണെന്ന് മനസ്സിലാകാഞ്ഞിട്ടോ മനസ്സിലായിട്ടും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ ആ കൈകൊണ്ട് വീണ്ടും ജോലികൾ ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ വഷളാകാം. അങ്ങനെയുള്ളപ്പോൾ വിശ്രമത്തിനോടൊപ്പം മറ്റ് ചില കാര്യങ്ങളും ചെയ്യണം. ചിലപ്പോഴൊക്കെ ഒരു കോഴ്സ് വേദന സംഹാരികളൊക്കെ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ നിങ്ങൾക്ക് തന്നേക്കാം. മറ്റൊരു വഴിയെന്ന് പറയുന്നത് ഐസ് പാക്ക് ദിവസത്തിൽ 2-3 തവണ കൈയുടെ മുട്ടിൻ്റെ ഈ ഭാഗത്ത് ഒരു 5 മിനിറ്റൊക്കെ വെക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ നീര് വലിയുന്നതിനും വേദനയ്ക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടുകയും ചെയ്തേക്കാം. നിങ്ങൾ എഴുതുമ്പോഴും മറ്റ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഈ പടത്തിൽ കാണുന്ന ടെന്നീസ് എൽബോ സപ്പോർട്ട് അത് കൈമുട്ടിന് താഴെയായി ഇവിടെ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ ഭാരമെടുക്കുമ്പോഴൊക്കെ ആ ടെൻഡൻ വലിയാതിരിക്കുകയും വേദനയ്ക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടെന്നീസ് എൽബോയിൽ മാറാനും ഭാവിയിൽ വരാതിരിക്കാനും ചെയ്യേണ്ടത് സ്ട്രെങ്തനിങ് എക്സർസൈസസ് ആണ്.
ഉദാഹരണത്തിന് ഒരു മേശയുടെ അവിടെ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ചെറിയ വെയിറ്റ് അതിങ്ങനെ പിടിക്കുക, പൊക്കുക. ഇത് ഒരു 20-30 തവണ ചെയ്യുക. പിന്നെ കയ്യിൽ വെയിറ്റ് ചെറുതായിട്ട് എടുത്തതിന് ശേഷം കൈ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും. ഇതിന് സുപ്പിനേഷൻ, പ്രോനേഷൻ എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ വേദനയുള്ളപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ഈ എക്സർസൈസുകൾ ചെയ്ത് ഈ മസിലിനെ സ്ട്രെങ്തൻ ചെയ്താൽ ഭാവിയിൽ ഈ പ്രശ്നങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. വിശ്രമം കൊണ്ടും ടെന്നീസ് എൽബോ സപ്പോർട്ട് അല്ലെങ്കിൽ സ്പ്ലിൻറ്റ് ഇടുന്നത് കൊണ്ടും പിന്നെ ഫിസിയോതെറാപ്പിയിലൂടെയൊക്കെ 95% കേസുകളിലും ഈ ബുദ്ധിമുട്ട് മാറിപ്പോയേക്കാം. വളരെ ചുരുക്കം രോഗികളിൽ ഒരു 5% രോഗികളിലൊക്കെ ചിലപ്പോഴൊക്കെ സർജറി വരെ വേണ്ടി വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറിനും ടെന്നീസ് എൽബോ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാറാഞ്ഞതുകൊണ്ട് അവസാനം സർജറി ചെയ്യേണ്ടി വന്നു. പക്ഷേ പ്രശ്നമൊന്നുമില്ല. ആ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്തോ 30-35 സെഞ്ചുറികൾ അടിച്ചത്. അപ്പോൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് ചികിത്സിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാവുന്ന ഒരു രോഗം തന്നെയാണ് ടെന്നീസ് എൽബോ. നന്ദി.